രാത്രി 8 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാനും പാടില്ല. രാവിലെ 8 മണിക്ക് മുന്നേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും കേട്ടോ. പേടിക്കണ്ട, 3-4 മണിക്കൂർ കഴിയുമ്പം ഓപ്പറേഷൻ തീരും. നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ. ഈ മരുന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. എന്താമ്മേ? ഒന്നുമില്ല. നാളെ ഓപ്പറേഷൻ കഴിഞ്ഞ് നിന്നെ ഇതുപോലെ കാണാൻ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലോ? എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നെ? ഒരു ദിവസം ഈ ഹോസ്പിറ്റലില് എത്ര ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്ന് അറിയാവോ? അമ്മ ഐസിയുൽ ഒരിക്കൽ കിടന്നതല്ലേ. അവിടെയെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്നവരില്ലേ? ഈ ദിവസങ്ങൾക്കിടയില് എത്ര പേരെ ഞാൻ കണ്ടതാണെന്നറിയോ? ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ചിരിച്ചും കൈവീശൊക്കെ പോകുന്നവരെ. അതുപോലെ തന്നെ കുറച്ചു ദിവസം കഴിയുമ്പോ നമ്മൾ ഇവിടുന്ന് സന്തോഷത്തോടെ യാത്ര പറഞ്ഞിട്ട് പോവും. ഞാനേ ദൈവത്തിനോട് ഒരു കാര്യമല്ലേ ചോദിക്കാറുള്ളൂ, എന്റെ അമ്മയ്ക്ക് ഒന്നും വരുത്തല്ലേ എന്ന്. അപ്പൊ പിന്നെ ദൈവം നമ്മളെ കൈവിടോ? എനിക്ക് വേറെ ആരുമില്ലെന്ന് ദൈവത്തിന് അറിയില്ലേ? വിഷമിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കണം, ഭക്ഷണം കഴിച്ചിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങണം. നാളെ മുതലേ അമ്മ ഒരു നല്ല ജീവിതത്തിലേക്ക് ചുവടുവെക്കാൻ പോവാ. നല്ല കുട്ടിയാവില്ലേ അമ്മേ? എന്റെ അമ്മയ്ക്ക് ഒന്നും പറ്റില്ല. അമ്മയ്ക്ക് മോളാ കാവലിരിക്കുന്നെ. ഈശ്വര, കാത്തിരിപ്പിനൊടുവിൽ കളരിക്കൽ കുടുംബത്തിന്റെ രക്ഷകയെ അങ്ങ് അയച്ചു തന്നു. പക്ഷേ ഇത്രയും വലിയൊരു മായാജാലം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗാതമോളുടെ അതേ രൂപത്തിൽ.